നോക്കൂ, ഒന്ന് സുജിയ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ തളച്ചിടാനെന്നുള്ള കരുത്ത് അവിടെ ബി ജെ പിക്കും ഇല്ല, കെ സുരേന്ദ്രനും ഇല്ല. ഇല്ലാത്ത കരുത്ത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ സാധ്യമായ മണ്ഡലങ്ങളുണ്ട് ബി ജെ പിക്ക്. ഒരുപക്ഷെ തൃശ്ശൂർ ഇപ്പോൾ ആ നിലയിലാണ്, പത്തനംതിട്ട ഒരു പരിധിവരെ ആയിരുന്നു, കാസർഗോഡ് ഒരു പരിധിവരെ ആയിരുന്നു, തിരുവനന്തപുരം ആണ്. അപ്പോൾ തളച്ചിടാനുള്ള കരുത്തൊക്കെ ബി ജെ പി ചിലയിടങ്ങളിലുണ്ട്. പക്ഷേ വയനാട് അല്ല. കാരണം വയനാട് ബി ജെ പി തന്നെ കാറ്റഗറി ചെയ്തിരിക്കുന്നത് ഡി ക്ലാസ് മണ്ഡലം എന്നുള്ള നിലയിലാണ്. അപ്പോൾ ഡി ക്ലാസ് മണ്ഡലം, വടകര പോലുള്ള ഒരു ഡി ക്ലാസ് മണ്ഡലം മാത്രമാണ് വയനാട്. അവിടെ കെ സുരേന്ദ്രനെ അയച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് ഒരു വാക്ക് ഓവർ കൊടുക്കുന്നു എന്ന് വാക്ക് ഓവർ കൊടുക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. മാത്രമല്ല, നമുക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇപ്പോൾ നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ വാരണസി നരേന്ദ്രമോദി മത്സരിക്കുന്നു, ആ സീറ്റ് കോൺഗ്രസിന് കൊടുക്കുന്നു, ഒരു ദേശീയ പാർട്ടിക്ക് സമാജ്വാദി പാർട്ടി കൊടുക്കുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പാർട്ടിയോട് സമാജ്വാദി പാർട്ടി പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും ദേശീയ നേതാവ് തന്നെ അവിടെ മത്സരിക്കണം എന്നാണ്. പക്ഷേ കോൺഗ്രസ് കണ്ടെത്തിയിട്ടുള്ളത് അവിടുത്തെ PCC അധ്യക്ഷനായിട്ടുള്ള അജയ് റായ് മത്സരിക്കട്ടെ എന്നുള്ളതാണ്. ഒരു ദേശീയ നേതാവ് വരുന്നതിനേക്കാൾ ഗുണം ചെയ്യുക അജയ് റായിയെ പോലെ താഴ്ത്തട്ടിൽ ബന്ധങ്ങളുള്ള ഒരു നേതാവ് മത്സരിക്കുക എന്നതിന് ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ അസംബ്ലി മെമ്പറായിരുന്നു. അപ്പോൾ ആ നിലയിൽ ഒരു പ്രാദേശികമായി സാധ്യതയുള്ള ആളെന്നുള്ളത് കഴിഞ്ഞ തവണ SP ആണ് രണ്ടാം സ്ഥാനത്ത് എത്തിയെങ്കിൽ പോലും അജയ് റായ് നിർണായക വോട്ട് പിടിച്ചിട്ടുണ്ട് വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു സ്ട്രാറ്റജി എങ്കിൽ സമാനമായ സ്ട്രാറ്റജി ഇപ്പോൾ വയനാട്ടിലും വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നോക്ക്, ഇവിടെ എന്തുകൊണ്ട് ഡി ക്ലാസ് മണ്ഡലമായിട്ടുള്ള വയനാട്ടിൽ കെ സുരേന്ദ്രൻ വന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ബി ജെ പിയോട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്, പത്തനംതിട്ടയായിരുന്നു കെ സുരേന്ദ്രൻ ആഗ്രഹിച്ച മണ്ഡലം. ഞാനത് നേരിട്ട് ഫ്രം ദ ഹോഴ്സ് മൗത്ത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാൻ ചോദിച്ചു സുരേന്ദ്രനോട്, കാസർഗോഡാണോ പ്ലാൻ ചെയ്യുന്നത്? അല്ല, കാസർഗോഡ് ഞാൻ മത്സരിക്കുന്ന പ്രശ്നമില്ല എന്ന് പറയുന്നത്. ഇനി മത്സരിക്കുന്നുണ്ടെങ്കിൽ പത്തനംതിട്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഒരു വ്യക്തിപരമായ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. പത്തനംതിട്ടയിൽ ശ്രീധരൻപിള്ള ആഗ്രഹിച്ചിരുന്നു, ശോഭാ സുരേന്ദ്രൻ ആഗ്രഹിച്ചിരുന്നു, PC ജോർജ് ആഗ്രഹിച്ചിരുന്നു. അവസാനം അനിൽ ആൻ്റണിക്കാണ് നറുക്ക് വീണത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പത്തനംതിട്ട ബി ജെ പിയെ സംബന്ധിച്ചുള്ള ഇപ്പോഴും ഫൈറ്റ് ചെയ്യാവുന്നൊരു ലോക്സഭാ മണ്ഡലമാണ്. അത് അനിൽ ആൻ്റണിയിലൂടെ ആ മണ്ഡലത്തിൻ്റെ സാധ്യത യഥാർത്ഥത്തിൽ ബി ജെ പി വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് വിശ്വസിക്കുന്നയാളാണ്. റിസൾട്ട് വരട്ടെ, അപ്പോൾ നമുക്കത് കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നോക്കൂ, ഇവിടെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ഞാൻ ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പറയാം. അതായത് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയുടെ അധ്യക്ഷനായി നിൽക്കണമെങ്കിൽ സുരേന്ദ്രൻ 20% വോട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. സുരേന്ദ്രൻ്റെ തന്നെ പെർഫോമൻസ് വളർത്തണം. മാത്രമല്ല, ഏതെങ്കിലുമൊക്കെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം അനിവാര്യമാണ്. നമുക്ക് 28 ലോക്സഭാ മണ്ഡലങ്ങളിൽ 27 കർണാടകത്തിൽ നേടിയതുകൊണ്ടാണ് കഴിഞ്ഞ തവണ സൗത്ത് ഇന്ത്യയിൽ ഒരു പരിധിവരെ രക്ഷപ്പെട്ട് നിന്നത്, അല്ലേ? 27 അത് 27 മണ്ഡലം, ഒരു സീറ്റല്ലേ ഉള്ളൂ. DK ശിവകുമാറിൻ്റെ സഹോദരൻ്റെ ഒരൊറ്റ സീറ്റല്ലേ അവിടെ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ 4 സീറ്റുകൾ പിന്നെ തെലങ്കാനയിൽ നിന്ന് കിട്ടി. 26 സുമലതയോട് ചേർത്താൽ 26 അല്ലെങ്കിൽ 25. കോൺഗ്രസിനൊരു സീറ്റ്, JDS-നൊരു സീറ്റ്, പിന്നെ മാണ്ഡ്യയിൽ സുമലത, മൊത്തം 28. ഓക്കെ, ആയിക്കോട്ടെ. എന്നാൽ ഞാൻ പറഞ്ഞത് ആ ഒരു വലിയ സംഖ്യ അവിടെ നിന്ന് കിട്ടിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ നോക്കൂ, അത് ഇത്തവണ ബി ജെ പി എങ്ങനെയാണ് സുരേന്ദ്രൻ ബി ജെ പിയുടെ ഇവിടുത്തെ സംസ്ഥാന പ്രസിഡൻ്റായത്? സുരേന്ദ്രൻ്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുരളീധരൻ്റെ ഗ്രൂപ്പാണ്. മുരളീധരനാണ് BL സന്തോഷുമായിട്ട് ബന്ധമുള്ളത്. ബി ജെ പിയുടെ ഹൈറാർക്കിയിൽ നരേന്ദ്രമോദി, അമിത്ഷാ, അത് കഴിഞ്ഞതിന് ശേഷം BL സന്തോഷ് ആയിരുന്നു. ഇപ്പോഴാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്, എനിക്ക് സംശയമുണ്ട്. കാരണം നോക്കൂ, കർണാടകത്തിലെ പോരിൽ യെദ്യൂരപ്പ BL സന്തോഷിനെ മറികടന്നിരിക്കുന്നു. ഇത് സമീപകാലത്ത് മാത്രം സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ BL സന്തോഷിൻ്റെ സ്വാധീന ശക്തി ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ കുറയുകയാണ് എങ്കിൽ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം തുടരുക ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയധികം തിരിച്ചടികൾ ഉണ്ടായിട്ടും കെ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി തുടരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് BL സന്തോഷിൻ്റെ രക്ഷകർത്തൃത്വമാണ്. നോക്കൂ, ഇപ്പോൾ കർണാടകത്തിൽ കാണുന്ന നമ്മളെ ഈശ്വരപ്പ അവിടെ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു. അങ്ങനെ നിരവധി ഉൾപ്പിരിവുകൾ കർണാടകത്തിലെ ബി ജെ പിയിൽ സംഭവിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അവിടെ യെദ്യൂരപ്പയാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ അത് BL സന്തോഷായിരുന്നു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BL സന്തോഷിന് അദ്ദേഹത്തിൻ്റെ സ്വാധീനം ദേശീയ നേതൃത്വത്തിൽ നഷ്ടമാവുകയാണ് എങ്കിൽ, വാർത്തയായത് ശരിയാണ് എങ്കിൽ, സ്വാഭാവികമായും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പെർഫോമൻസ് ഇല്ലാതെ
സംസ്ഥാന പ്രസിഡന്റായി തുടരാനാകില്ല. സുരേന്ദ്രന് മാത്രമല്ല, പിന്നെ വേറെയും ചില കരക്കമ്പികളുണ്ട്. സുരേന്ദ്രനും വി മുരളീധരനും തമ്മിൽ പഴയ തരത്തിൽ ഒരു ബന്ധം ഇപ്പോഴില്ല എന്നുള്ള കരക്കമ്പിയുണ്ട്. അത് രണ്ടും ശരിയാണ് എങ്കിൽ സ്വാഭാവികമായും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പെർഫോമൻസ് 20% എത്തിക്കണം. 2 ലോക്സഭാ സീറ്റുകളിൽ ഇനി 2ാം സ്ഥാനം പോരാ, 1ാം സ്ഥാനം തന്നെ വേണം. 3 സുരേന്ദ്രൻ്റെ പെർഫോമൻസും മെച്ചപ്പെട്ടതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ BL സന്തോഷിൻ്റെ ഒന്നും ആവശ്യമില്ല, സ്വന്തമായി നിലനിൽക്കാൻ കഴിയും. പക്ഷേ ഈ 3 പെർഫോമൻസ് ഇല്ല എങ്കിൽ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായിരിക്കും സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ ചാനൽ വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? സുരേന്ദ്രനെ വയനാട് നിർത്തിയിരിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ എന്തോ പദവി നൽകാൻ വേണ്ടിയിട്ടാണെന്നാണ്. സുരേന്ദ്രൻ ഇന്ന് മലയാള മനോരമയിൽ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. സുരേന്ദ്രൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നേരത്തെ കാലത്തെ തീരുമാനിക്കുന്ന പതിവൊന്നും BJP-യിലില്ല. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രതീതി സൃഷ്ടിക്കലാണ്. എന്ന് വെച്ചാൽ സുരേന്ദ്രൻ വലിയ രീതിയിൽ BJP-യിൽ ആരും ആകാൻ പോകുന്നു, അല്ലെങ്കിൽ രാജ്യസഭാംഗത്വം കൊടുത്ത അടുത്ത കേന്ദ്രമന്ത്രി സുരേന്ദ്രനാണ് എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കലാണ്. ഇതൊക്കെ വെറുതെയാണ്, വ്യാജമാണ്. സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പെർഫോമൻസ് അതില്ലെങ്കിൽ സുരേന്ദ്രൻ്റെ കാര്യം കട്ടപ്പോകയാണ്. Meet the editors.